സിബി, നീ എന്താ വായിക്കുന്നത്? ഓ, വായിച്ചു കഴിഞ്ഞു. മോഡേൺ ഹിസ്റ്ററി ആയിരുന്നു. എന്താ വായിച്ചത്? ഗാന്ധിജിയെ പറ്റി വായിക്കായിരുന്നു. എന്നിട്ടോ? വായിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാ വായിച്ചത്? ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ, ഗാന്ധിജി ഇന്ത്യയിലെത്തിയ വർഷം, ഗാന്ധിജിയെ സ്വാധീനിച്ച ആശയങ്ങൾ, ഗാന്ധിജി എഴുതിയ പത്രങ്ങൾ, ലേഖനങ്ങൾ, സമരമുകൾ, ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാന്ന് വിളിച്ചതായിരുന്നു. അങ്ങനെ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഇനി ഞാൻ അറിയാത്തതായി ഒരു കാര്യമില്ല. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, നീ എഴുത്. എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ എഴുതിയിരിക്കും. How different would have been the achievement of Indian independence without Mahatma Gandhi? Discuss. എന്ന് വെച്ചാ മഹാത്മാഗാന്ധി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേട്ടങ്ങൾ എങ്ങനെ വ്യത്യസ്തമാകുമെന്ന്. പറ്റുന്നില്ല അല്ലേ? ചിന്തിക്കേണ്ടി വരും. മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കെന്തെന്ന് പഠിക്കാൻ പുസ്തകം വായിക്കാനുള്ള സാക്ഷരത ഉണ്ടായാൽ മതി. പക്ഷെ മഹാത്മാഗാന്ധി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതി എന്താകുമായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകണമെങ്കിൽ പരീക്ഷയ്ക്കുള്ള പുസ്തക വായന മാത്രം പോരാ, ചിന്തിക്കാൻ കൂടി കഴിയണം. പക്ഷെ ചിന്തിച്ചു വരുമ്പോഴേക്കും സമയം തീരും. അതുകൊണ്ടാണ് നമ്മളിൽ പലർക്കും സിവിൽ സർവീസ് പരിശീലനം ആവശ്യമായി വരുന്നത്. 800 മണിക്കൂർ ക്ലാസ് എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ സ്കൂൾ കാലം മുതൽ നമ്മൾ പഠിക്കുന്നതും വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങൾ വീണ്ടും ഒരാൾ വന്ന് പറയുന്നതിനേക്കാൾ സിലബസിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനൊപ്പം കൃത്യമായ ഇടവേളകളിൽ ടെസ്റ്റ് സീരീസ് നടത്തുക, അത് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവിടെയാണ് ക്വാളിഫൈഡ് ആയ അധ്യാപകരെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ പരീക്ഷ എഴുതി ജയിച്ച മനുഷ്യരോളം ഈ കാര്യത്തെ നമ്മളെ സഹായിക്കാൻ മറ്റാർക്കും കഴിയില്ല.